സാർ ഒന്നും വിചാരിക്കരുതേ. ആ, ഇപ്പൊ നമ്മുടെ രേണുസുധിനെ ഇന്റർവ്യൂ ചെയ്തത് നിങ്ങളായിരുന്നോ? നമ്മുടെ ചാനലിൽ വന്നത്. അതെ. പിന്നെ അത് നിങ്ങള് അങ്ങോട്ട് പോയിട്ട് ഇന്റർവ്യൂ ചെയ്തതാണോ? അത് ഇത് ഞാൻ ഒന്നും വിചാരിക്കില്ല ട്ടോ സാറേ. അങ്ങനെ എന്തിനാണ് ആ കൊച്ചിനെ വീണ്ടും അതിലേക്ക് വലിച്ചിടുന്നേ ആവശ്യമില്ലാതെ? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളത് ചോദിച്ചിട്ട് മാറുകയല്ലേ ചെയ്യണ്ടേ? ഇല്ല, അവർക്ക് ചികിത്സക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങടെ വിളിച്ചുകൊണ്ട് നമ്മൾ പോയത്. അല്ല സാർ, അത് മോശമല്ലേ, പാവമല്ലേ? നമുക്കും വീട്ടില് പിള്ളേരൊക്കെ അവർക്ക് ഇല്ലേ? പൈസ നമ്മൾ കൊടുത്തിട്ടാണ് എടുത്തേക്കുന്നത്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും രേണുസുധി ചർച്ചാ വിഷയമാവുകയാണ്. അതായത് അവരുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. നമുക്കറിയാം അവർ കുറച്ച് നാളുകളായിട്ട് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് സപ്പോർട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. കാരണം അവരെ വെറുത്തിരുന്ന ആൾക്കാർ പോലും അവർക്ക് ഈ ഒരു അസുഖമാണെന്നറിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചികിത്സയിലിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. മൂവി വേൾഡ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഇവർ മുഴുവൻ നീളം ഈ പറയുന്ന കിച്ചുവിനെ, അതായത് കൊല്ലം സുധിയുടെ ആദ്യത്തെ മോനെ, വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആ ഒരു പയ്യനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂവിൽ ഈ പറയുന്ന രേണുസുധി പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ കിച്ചു ചെറുതായിട്ട് അവൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവന് ഒരു വരുമാന മാർഗമുണ്ട്. അവനൊരു ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പം അത് കണ്ടിട്ട് ഒരു രീതിയിലും ഈ പറയുന്ന രേണുസുധിക്ക് അങ്ങ് സഹിക്കുന്നില്ല. ആ ഒരു ചെറുക്കനെ ഏത് രീതിയിൽ ദ്രോഹിക്കാനും തയ്യാറായിട്ട് നടക്കുക. ഈ ഒരു രോഗാവസ്ഥയിൽ പോലും ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കുറിച്ച് എന്തൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ രേണുവിനെ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിരുന്ന പല ആൾക്കാരും രേണുവിന് ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അത് ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമുക്കറിയാം അവരിപ്പോൾ ഏത് അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നത്. അവർക്കിപ്പോൾ വൈയാകിയും കാര്യങ്ങളൊക്കെയാണ്, അവർ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു. ആ ഒരു അവസ്ഥയിലും വന്നിരുന്നിട്ട് അതും ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ ചാനലിനെ അങ്ങോട്ട് വിളിച്ചതാണ് ഇവർ. ഈ രേണു അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ്. അതായത് നമ്മൾ ആദ്യം കേട്ട വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഏതോ ഒരു സ്ത്രീ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു പയ്യനെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി വിളിച്ചിട്ട് ഈ ചാനലിൻ്റെ ഓണറെ വിളിച്ച് സംസാരിച്ചപ്പോൾ അതിലെ ആൾ പറഞ്ഞതാണ്, ഞങ്ങളായിട്ട് പോയതല്ല, ഈ രേണുവായിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് പോയതാണ്. കാരണം ഇപ്പോൾ ചികിത്സയും കാര്യങ്ങൾക്കൊക്കെ പണം വേണം. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല പൈസയൊക്കെ കിട്ടട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇൻ്റർവ്യൂ അവർ ചെയ്യട്ടെ, രേണുവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയാം അല്ലേ, ചികിത്സയുടെ കാര്യങ്ങൾ അതൊക്കെ പറയാം. പക്ഷെ അതൊന്നും പറയാതെ ഈ ഒരു രോഗാവസ്ഥയിലും വന്നിരുന്നിട്ട് ആ ഒരു കുഞ്ഞിനെ, കിച്ചുവിനെ എന്തൊക്കെ പറയാവോ അതൊക്കെ പറഞ്ഞ് അവൻ്റെ ഈ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് രേണുവിനെ അത്രയ്ക്ക് അങ്ങോട്ട് സുഖിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? അതുപോലെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി രേണുവിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. എന്തായാലും ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ രേണുവിൻ്റെ അടുത്ത് നിന്ന് അനുവാദമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. കാരണം ഇങ്ങനൊരു ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ രേണു ചോദിപ്പിച്ചതായിരിക്കാം ഇങ്ങനെ എന്നോട് ചോദിക്കണം എന്നുള്ളത്. കാരണം ഏതെങ്കിലും രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കണം, എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയമായി ഇവർക്ക് നിറഞ്ഞു നിൽക്കണം. ഇത്രയും വലിയൊരു രോഗാവസ്ഥയിൽ പോലും അവരുടെ ആ ഒരു സ്വഭാവത്തിൽ ശകലം പോലും മാറ്റം സംഭവിച്ചിട്ടില്ല. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അവർ തിരിച്ചു വരണം, അവരുടെ അസുഖമൊക്കെ മാറി അവർ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഒരു രോഗാവസ്ഥയിൽ അവരുടെ മനസ്സിലിരിപ്പ് എന്താ? കിച്ചു നശിച്ചു കാണണം, അല്ലെങ്കിൽ അവൻ വളരാൻ പാടില്ല, അവൻ തകരണം. അതിന് വേണ്ടിയിട്ടല്ല ഇപ്പം ഇങ്ങനൊരു ഇൻ്റർവ്യൂ വന്ന് ഈ ഒരു പയ്യനെ കുറിച്ച് ഇമ്മാതിരിയൊക്കെ സംസാരിച്ചത്. ആഴികയ്ക്ക് 40 വട്ടവും പറയുന്നുണ്ട് എൻ്റെ സുധിച്ചേട്ടൻ. ആ സുധിയിലുണ്ടായ മകനല്ലേ ആ കിച്ചു എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പയ്യനെ കുറിച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ സംസാരിക്കാൻ എങ്ങനെ തോന്നുന്നു? ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങളൊന്നും തന്നെ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് വെക്കുന്നില്ല, കാരണം എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അതിൽ കിച്ചുവിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് രേണു സംസാരിക്കുന്നത്. കൊല്ലം സുധിയുടെ വീട്ടുകാരെ കുറിച്ചും വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്. അതുപോലെ ഷെഫീന ബീവി ഈ പറയുന്ന കിച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ കൊല്ലത്തുള്ള വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അതാണിപ്പോൾ ഇവർക്ക് വലിയ പ്രശ്നം. എന്നെ ഇത്രത്തോളം നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയെ നിങ്ങൾ എന്തിനു കയറ്റി?
അവരെന്നെ ദ്രോഹിക്കുന്നവരാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്. ഇപ്പം അവർക്ക് ഇതൊക്കെ വന്നൊരു ഇൻ്റർവ്യൂവിലൂടെ പറയേണ്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ പോലും ആരും അവരുടെ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല. കാരണം അവരിങ്ങനെ ഒരു രോഗാവസ്ഥയിലാണ്. അപ്പോൾ അവരേതെങ്കിലും രീതിയിലൊക്കെ അവരുടെ ചാനൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അവർ തിരിച്ച് വരട്ടെ എന്നാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അവരെന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നു. അതിൽ കൊല്ലം സുധിയുടെ മൂത്ത മകനെയും കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു. എന്താ ഒരു രോഗം ഉള്ളതായിട്ട് പോലും തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഒരു ക്രൂര മനസ്സാണ് ഈ പറയുന്ന സ്ത്രീയുടേത്. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? വേറൊരാൾ ചോദിച്ച ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ സ്വയം ഇഷ്ടപ്രകാരം ചോദിക്കുന്ന ചോദ്യമായിരിക്കാം. എന്ത് തന്നെയായാലും ഈ ചോദിച്ചത് വെറും തെമ്മാടിത്തരെന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു അവതാരിക ചോദിക്കേണ്ട ചോദ്യമാണോ ഇത്? പറയാൻ കാരണം, നൊന്ത് പ്രസവിച്ചില്ലെങ്കിലും ഒരുപാട് കാലം സ്വന്തം മകനെ പോലെ നോക്കിയ ഒരാളാണ് കിച്ചു. അതൊരു അമ്മയാണ്. ആ അമ്മയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? നിങ്ങളെ അഭിപ്രായം പറ. അതും ആ സുഖമില്ലാതിരിക്കുന്ന ആ സമയത്ത് ഒരമ്മയോട് ചോദിക്കുന്ന ചോദ്യമാണ്. നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഏത് ആങ്കറാണെങ്കിലും കാരണം പുകച്ചൊന്നും കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഇമാതിരി തെമ്മാടിത്തരം ചോദിക്കുന്നതിന് എനിക്ക് തോന്നിയത് രേണുവിൻ്റെ അനുവാദത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ചോദിച്ചപ്പോഴാണെങ്കിൽ പോലും രേണു ഇരുന്ന് അങ്ങ് ചിരിക്കുകയാണ്. നാഴികയ്ക്ക് 40 വട്ടവും പറയുന്നുണ്ട്, ഞാൻ 11 വയസ്സ് മുതൽ എടുത്തു വളർത്തിയ മകൻ, ഞാൻ 11 വയസ്സ് മുതൽ എടുത്തു വളർത്തിയ മകൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ അവനോട് യാതൊരുവിധ ആത്മാർത്ഥതയോ സ്നേഹമോ അവർക്കില്ലായിരുന്നു എന്ന്. അതിനുദാഹരണമല്ല ഇപ്പം ഈ ഒരു രോഗാവസ്ഥയിൽ പോലും ഇപ്പോൾ കിച്ചുവിന് അത്യാവശ്യം അവന് ജീവിച്ചു പോകാനുള്ള വരുമാനം ഇപ്പോൾ അവന് സ്വന്തമായിട്ട് അവൻ ചെയ്യുന്നുണ്ട്. പുതിയൊരു ബിസിനസ് അവൻ തുടങ്ങി. അതിപ്പോൾ വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. അതുപോലെ തന്നെ അവനിപ്പോൾ എന്താന്ന് പറഞ്ഞാലും കൊല്ലം സുധിയുടെ വീട്ടുകാരുടെ ഒപ്പമാണ് നിൽക്കുന്നത്. കൊല്ലം സുധിയുടെ അമ്മയും സഹോദരനും ഒക്കെയുണ്ട്. അവരുടെ കൂടെയാണ് അവൻ നിൽക്കുന്നത്. അവന് യാതൊരുവിധ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അവൻ്റെ ആ ഒരു സന്തോഷം കണ്ടിട്ട് ഈ സ്ത്രീക്ക് എന്താ പറയുക, ഇരിക്കപ്രതിയില്ല. അപ്പോഴാണ് ഒരു ചാനലുകാരെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പൈസയും കിട്ടും. കാരണം ഇവരുടെ ആവശ്യമാണ് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനൊരു കാര്യം ഇവർ പറഞ്ഞിരിക്കുന്നത്. വരട്ടെ, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. പൊന്നാര മോളെ രേണു, നീ ആ പാവം പിടിച്ച കിച്ചുവിനെ ടാർഗറ്റ് ചെയ്തിട്ട് അവനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് നീ ഇറങ്ങിയിരിക്കണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ മാത്രമല്ല, നീ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും നെഗറ്റീവ് കമന്റിന്റെ ചാകരയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ വിളിച്ചു, ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടേക്കുവാ. നിന്നോട് തൊഴുതിട്ട് പറയാണ്, ദയവ് ചെയ്തിട്ട് നീ കിച്ചുവിന്റെ ബ്ലോക്ക് മാത്രം മാറ്റരുത്. ഇപ്പൊ ആ ചെക്കൻ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഇനി നീ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ചെക്കന്റെ കഷ്ടകാലത്തിന് രേണുമ്മ ഇപ്പൊ എങ്ങനെയുണ്ട്, ഓക്കെ ആയി വരുന്നുണ്ടോന്നെങ്ങാനോ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നീ ആ മെസ്സേജും പൊക്കി പിടിച്ച് വന്നിട്ട് 100% കിച്ചുവിനെ നെഗറ്റീവ് ആക്കാനേ നീ നോക്കത്തുള്ളൂ. കുറച്ചെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ നിന്റെ കാര്യം നോക്കിയിട്ട് നീ മിണ്ടാതെ റെസ്റ്റ് എടുത്തിരിക്കുക. ആ രോഗം എത്രയും പെട്ടെന്ന് നിന്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറി പോട്ടെ. ക്യാൻസർ ആയിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. കാരണം നിന്റെ വായിന്ന് വരുന്ന വർത്തമാനങ്ങൾ അത്രയ്ക്കും ചീഞ്ഞ വർത്തമാനങ്ങളാണ്. നിന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വരെ നിന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോൾ നല്ല രീതിയിൽ വെറുപ്പ് നിന്നോട് തോന്നുകയാണ്. ഈ ഇങ്ങനെ ഒച്ചയും ബഹളവും വെച്ചിട്ട് കിച്ചുവിന്റെ പിന്നാലെ ഇങ്ങനെ കണ്ടന്റും പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ കുറച്ചെങ്കിലും നിനക്ക് ഉളുപ്പുണ്ട് എന്റെ പൊന്നാര മോളെ രേണു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് നല്ല ആളുകളും എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ താഴെ വീഴത്തില്ല. എനിക്ക് പറയണം, ഈ സ്ത്രീ അന്ന് ഈ വീട്ടിൽ വന്നപ്പം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പം ഇവരെന്തുകൊണ്ട് അവരെ സൽക്കരിച്ച് അതിനകത്ത് കയറ്റി? എന്നിട്ട് വലിയ വായിൽ പോസ്റ്റ് ഇട്ടല്ലോ, കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന്. ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്കെന്ത് കുരു പൊട്ടാനാ? 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു. പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും ഭാര്യ, രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ദേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള ആ കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 17, ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഞാനൊരു വാക്കുകൊണ്ടോ നോക്കൊണ്ടോ വേദനിപ്പിച്ചിട്ടില്ല. അവൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ മറന്നു.